ഇടി ബെല്ലടിച്ചിട്ട് കൊറേ നേരമല്ല, സാറെന്താ വരാത്തത്? അറിയില്ലടി, എല്ലാ ദിവസവും സാധാരണ നേരത്തെ വരാറില്ലേ, ഇന്ന് എന്ത് പറ്റിയാവോ? ചിലപ്പോ ഇന്ന് ലീവായിരിക്കും. ലീവായാ മതിയായിരുന്നല്ലേ. ലീവാവാനോ? ആര്? ജീവ സാറോ? ഇപ്പൊ നടന്നു തന്നെ മോളെ, നീ അവിടെ ആഗ്രഹിച്ച് നിൽക്കത്തേ ഉള്ളൂ. ഷോ, അപ്പൊ ആ ഒരു പ്രതീക്ഷയും പോയി കിട്ടി. അല്ലെങ്കിൽ നിന്റെ പ്രതീക്ഷയ്ക്ക് പാടിപ്പോയ ചരിത്രമില്ലേടി ഉള്ളൂ. ഇതേ രാവിലെ തന്നെ അടിയുണ്ടാക്കാതെ നിന്റെ വാട്സൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഓ, ഞാനൊന്നും മിണ്ടുന്നില്ലേ? ഓ, സമാധാനായി. ഓ പിന്നെ എടി, അതാരടി വരുന്നത്? സാറാണോ? അതെന്തിനാ നീ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്? നീയല്ലേ എന്നോടൊന്നും മിണ്ടരുതെന്ന് പറഞ്ഞേ? അത് നീ അപ്പത്തേക്ക് സീരിയസ് ആയിട്ട് എടുത്തോ മണ്ടി. നീ എന്നെ വല്ലാതെ സോപ്പിടല്ലേ മോളെ, അങ്ങനെ വീഴുന്നവളെ നല്ല ക്ലാര. ആ, ഓക്കെ ഓക്കെ. നീ പാര വരുന്നത് നോക്കിയത് സാറാണോ? ഓ, ഇങ്ങനെ ഒരു മണ്ടി. സാർ ക്യാബ് ഒക്കെ വെച്ചിട്ടല്ലേ വരുന്നത്? ഇത് ഏത് സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നത്. നമുക്ക് നോക്കാം. സാറല്ല, അപ്പൊ അതാരായിരിക്കും? ഓ, ഇവൻ വന്നോ? ഞാൻ എത്ര നേരം കൊണ്ട് നോക്കിയിരിക്കുവാ. ഇത് നമ്മൾ അലക്സ് അല്ലേ? അലക്സോ? അതാരടി? ആടി അലക്സ്. വെയിറ്റ്, ഞാൻ എനിക്ക് എല്ലാ കാര്യം പറഞ്ഞുതരാട്ടോ. എടാ ജാക്ക്, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അലക്സ് എത്തിയല്ലോ. അവനെപ്പോഴാണ് നാട്ടിലെത്തിയത്? നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ, അത് പിന്നെ ക്ലാര, അവന് 2 ദിവസം മുമ്പേ നാട്ടിലെത്തിയായിരുന്നു. അവനെന്നെ ഇന്നലെ വിളിച്ചിട്ടാ പറഞ്ഞത്. പിന്നെ നിങ്ങളോടൊന്നും പറയാൻ ടൈം കിട്ടിയില്ല. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള്. ഇനി നിങ്ങളെ രണ്ടാളും കൂടി ഈ സ്കൂളിൽ തലവിരിച്ചിടാണ്ടെന്നാ മതി. നമ്മളെ ഇങ്ങോട്ട് വന്ന് ചൊറിയുന്നവരെ നമ്മൾ അങ്ങോട്ട് പോയി ചൊറിയാറുള്ളു, അല്ലാണ്ട് വേണ്ടാണ്ട് അടിയിടക്കുന്ന സ്വഭാവം നമുക്കില്ലേ? ആ, അത് ഞാൻ കൊറേ കണ്ടിട്ടുള്ളതാണേ. ദേ, അലക്സ് ക്ലാസ്സിൽ വന്ന് കേറിയിട്ടില്ല. അപ്പോഴത്തേക്കും നീ പണ്ടത്തെ കുറെ കഥകളും പിന്നെ ഇല്ലാത്ത കഥകളും കൂട്ടിയിട്ടേ ഈ ലിയനോടും കൂടി പറഞ്ഞു കൊടുത്തിട്ട് അവളെ മുമ്പിലും നമ്മളെ ഒന്ന് നാറ്റിക്കാതിരുന്നാ നിനക്ക് കൊള്ളാം. ഇല്ലടാ, ഞാൻ അങ്ങനത്തെ ടൈപ്പ് നഹി ഹേ. നീ എങ്ങനത്തെ ടൈപ്പാന്നേ എനിക്ക് നല്ലതുപോലെ അറിയാം. പോടാ അവിടുന്ന് കളിയാക്കാതെ. ഇടി, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാതെ കാര്യം പറ. ആരെ അലക്സ്? ഞാൻ നിന്നോട് എല്ലാ കഥകളും പറയാം. അവനെ ഒന്ന് ക്ലാസ്സിലേക്ക് ഒന്ന് കേറിക്കോട്ടെ. എന്റെ അമ്മോ, എന്തൊരു ഹൈറ്റ് ഇവന്. ഇവനാ ക്ലാസ്സിൽ ഏറ്റവും ഹൈറ്റ്. ഇപ്പൊ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞത് നീയും. ഓ, പറയുന്ന ആള് പിന്നെ ഭയങ്കര ഹൈറ്റ് ആണല്ലോ. എടാ മച്ച, അവിടുന്ന് അധികം ആറ്റിറ്റ്യൂഡ് ഇടാണ്ട് നീ അകത്തേക്ക് കയറി വാടാ. ഡാ മച്ച, ദേ ഞാൻ എത്തി. ഭയങ്കര ചിരിയൊക്കെ ആണല്ലോ. ഇവര് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നേ. ഡാ, ഇത്രയും ദിവസം നീലായിട്ട് ഒരു രസമില്ലായിരുന്നു. ഇനി വേണം നമുക്ക് പൊളിക്കാൻ. പിന്നല്ല, ഇനി വേണം നമുക്ക് പൊളിച്ചെടുക്കാൻ. ഇവര് രണ്ടാളും ഭയങ്കര പ്ലാനിങ് ആണല്ലോ. ഇനിയിപ്പോ ക്ലാര പറഞ്ഞ പോലെ സ്കൂളെങ്ങാനും മറിച്ചിടുവോ എന്തോ. എടി സാൻഡ്ര, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയ? നിന്റെ ആളെത്തിയല്ലോ. എടി, അവൻ ദിവസം ദിവസം കൂടുതൽ ലുക്ക് കൂടി വരുവാണല്ലോ. ആടി, അവൻ ചെന്നൈയിലൊക്കെ പോയി വന്നപ്പോ ഭയങ്കര ലുക്കായി പോയി. എന്റെ അല്ലേ മോളെ സെലക്ഷൻ, പിന്നെ എങ്ങനെ ലുക്ക് അല്ലാതിരിക്കും? എന്നാലും എന്തായിരിക്കും ഇവള് പറയാന്ന് പറഞ്ഞ ആ അലക്സിന്റെ കഥ? ഷോ, അത് കേൾക്കാനായിട്ടൊരു സമാധാനവും ഇല്ല. എടി ലീ, നീ എന്താടി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നേ? അത് നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ അലക്സിന്റെ സ്റ്റോറി പറയൂന്ന്? അത് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പിന്നെ പറയാടി. ഇപ്പൊ സാറ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ ഞാനിന്ന് കുറച്ച് ലേറ്റ് ആയി പോയത് ഓഫീസിൽ കുറച്ച് വർക്ക് ഉള്ളതുകൊണ്ടാട്ടോ. ഇതാര്? നമ്മുടെ അലക്സോ? അലക്സ്, നീ എപ്പോഴാ ചെന്നൈന്ന് നാട്ടിലൊക്കെ എത്തിയത്? എന്നിട്ട് സാറിനൊന്നും കൊണ്ടുവന്നില്ലേ? അത് പിന്നെ സാർ, ഞാൻ 2 ദിവസമായി നാട്ടിലെത്തിയിട്ട്. സാറിന് പിന്നെ സാധനമല്ല നമ്മൾ കൊണ്ടുവരാതിരിക്കോ? എന്നിട്ട് നീ എന്താ കൊണ്ടുവന്നത്? കൊണ്ടുവന്ന സാധനം വീട്ടിൽ വെച്ചിട്ട് മറന്നുപോയി. ഓ, അത് ശരി. അതിപ്പോ നീ വീട്ടിൽ വെക്കാനാ കൊണ്ടുവന്നത്? അത് പിന്നെ സാർ, പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മറന്നുപോയതാ. ആ, ഓക്കെ. ഇനി എല്ലാവരും മാത്സിന് ടെക്സ്റ്റ് നോട്ട് എടുത്ത് വെക്കുക. ഞാൻ കുറച്ച് പ്രോബ്ലംസ് ബോർഡിൽ ചെയ്യും, അതെല്ലാവരും നോട്ടിൽ ചെയ്യാട്ടോ. ആ, ഓക്കെ സാർ. ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവളേതാ? ന്യൂ സ്റ്റുഡന്റ് ആണെന്നാ തോന്നുന്നത്. ജാക്കിനോട് ചോദിച്ചു നോക്കാം.
നോക്കുന്നുണ്ടോ? അയ്യോ, കണ്ട്. എടാ ജാക്കി, ആ ക്ലാരയുടെ വിളിക്കുന്ന പെണ്ണാര ന്യൂ സ്റ്റുഡന്റ് ആണോ? ആടാ ന്യൂ സ്റ്റുഡന്റ്, അവളെ പേര് ലിയാന്നാ. അവളും ക്ലാരി ഇപ്പൊ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ. ഓ ലിയ അല്ലേ, അവളാണോ ക്ലാസ്സിൽ ഏറ്റവും ഹൈറ്റ് കുറവ്? നല്ല ഹൈറ്റ് കുറവ് പോലെ ഉണ്ടല്ലോ. ആടാ ഇപ്പം ക്ലാസ്സിൽ ഏറ്റവും ഹൈറ്റ് കുറവ് ലിയ. പിന്നെ നീ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ഹൈറ്റ് കുറഞ്ഞ പോലെയും തോന്നും. ആ അത് ശരിയാ. എടി ക്ലാരെ, നീ എന്നോട് നേരത്തെ അവന്റെ സ്റ്റോറി പറയുന്ന പറഞ്ഞിട്ടില്ലല്ലോ. എടി അത് ഇപ്പം പറയാൻ പറ്റില്ല. എടി ഇപ്പൊ സാറില്ലേ ക്ലാസ്സില്, സാറ് കണ്ടാ പിന്നെ ആകെ വഴക്ക് പറയും. എടി സാറിപ്പ് ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലോ, ബോർഡിൽ എന്തോ എഴുതുമല്ലേ. എനിക്കത് കേൾക്കാനിട്ട് ഒരു സമാധാനമില്ല. ഒന്ന് പറഞ്ഞാടി. എടി അത് പ്രത്യേകിച്ച് വലിയ സ്റ്റോറി ഒന്നല്ല. ഈ അലക്സ് പണ്ടേ കുറച്ച് അടിയുണ്ടാക്കുന്ന കൂട്ടത്തിലാ. അവന് വേഗം ദേഷ്യം വരും. പിന്നെ അവന്റെ കൂട്ടത്തില് എപ്പോഴും എല്ലാ കാര്യത്തിലും ജാക്കും ഉണ്ടാവും. ഇവര് രണ്ടാളും കൂടിയിട്ട് മിക്ക ദിവസങ്ങളിൽ സ്കൂളിൽ അടിയുണ്ടാക്കാറുണ്ട്. ഓ അത്രേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞപ്പോ വിചാരിച്ചു വലിയ എന്തോ സ്റ്റോറിയാന്ന്. അത് മാത്രമൊന്നല്ല, വേറെ പിള്ളേർ ഇവരൊന്ന് ചൊറിയാൻ വരുന്നത്. അവർ അങ്ങോട്ട് പോയി ചൊറിയാറൊന്നുമില്ല. കാരണം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് കുറച്ച് ഹാൻഡ്സം ആയിട്ടുള്ള രണ്ട് ബോയ്സ് എന്ന് പറയുന്നത് അലക്സും ജാക്കും ആണ്. അലക്സ് ആണെങ്കിൽ നല്ല ഹൈറ്റും ഉണ്ട്. പിന്നെ അപ്പുറത്തെ വേറെ ഡിവിഷനിലെ പിള്ളേരൊക്കെ ഇവർ കണ്ടിട്ട് ജലസ് അടിച്ചിട്ട് അടിയുണ്ടാക്കാൻ വരുന്നതൊക്കെയാണ്. പിന്നെ ഈ സ്കൂളിലെ ഒട്ടുമിക്ക ഗേൾസും അലക്സിന്റെയും ജാക്കിന്റെയും പുറകിലാണ്. പിന്നെ അതുകൊണ്ടും ഇവർക്ക് കുറച്ച് ജലസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇവർക്ക് അത് സെറ്റ് ആവുന്നില്ല. അതൊക്കെ തന്നെയുള്ളൂ. ഇവര് നല്ല അടിയുണ്ടാക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് അലക്സിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. ഓ അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള്. രണ്ടാളും നല്ല അടിയുണ്ടാക്കുന്ന ടൈപ്പാണ്. എനിക്ക് ഇവരുടെ ഒരു ഫൈറ്റ് കാണാൻ പറ്റാൻ മതിയായിരുന്നു. എങ്ങനെയുണ്ടെന്ന് നോക്കാലോ. മേ ബി നിനക്ക് അടുത്ത നേരിട്ട് നല്ല അടി കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവരായതുകൊണ്ട് പറയാൻ പറ്റില്ല. ലിയ, ക്ലാര, സ്റ്റാൻഡപ്പ്. ഇതെന്താ വന്ന് കേറിയില്ല, അപ്പോഴത്തേക്കും തുടങ്ങി കലവില്ല എന്ന് പറഞ്ഞ് സംസാരിക്കാൻ. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? സംസാരിക്കാനാണോ പറഞ്ഞത് രണ്ടാളോടും? സ്റ്റാൻഡപ്പ്. ഓ പൊക്കിയടി രണ്ടാളും പൊക്കി. ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞതാ. അത് പിന്നെ സാർ ഞങ്ങള് ഡൗട്ട് ചോദിച്ചതായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ക്ലിയർ ചെയ്ത് തരില്ലേ? സ്റ്റാൻഡപ്പ് രണ്ടുപേരോട് നിൽക്കാനാണ് പറഞ്ഞത്. സോറി സാർ, ഇനി ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല. എന്നിട്ട് എഴുതാൻ വയ്യ സാർ, കാലുവേദന. പ്ലീസ് സാർ, ഇനി റിപ്പീറ്റ് ചെയ്യില്ല. സോറി. അതെ സാർ, സോറി സാർ, ഇനി റിപ്പീറ്റ് ചെയ്യില്ല. എന്നിട്ട് എഴുതാൻ വയ്യ. സാർ അവർ റിപ്പീറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ സാർ, ഇനി ഒരു ചാൻസ് കൊടുത്തു നോക്ക്. ഓക്കെ, ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പൊ രണ്ടിനും വെറുതെ വിടുകയാണ്. ഇനി അങ്ങാനും ഞാൻ ക്ലാസ്സിൽ സംസാരിക്കുന്നത് കണ്ട രണ്ടിനെ പിടിച്ച് പുറത്താക്കും, മനസ്സിലായോ? ഇല്ല സാർ, ഇനി ഞാൻ എന്നെ കൊന്നാലും സംസാരിക്കത്തില്ല സാർ. എടി നമ്മളെ നോക്കിട്ട് ആ അലക്സ് ചിരിക്കുന്ന നോക്കിക്കേ. പോടി അവിടുന്ന്. അവനുള്ളത് കൊണ്ട് നമ്മളെ സാർ ഇരിപ്പിച്ചത് തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ പുറത്ത് നിന്നാണ്. ആ അതൊരർത്ഥത്തിൽ ശരിയാ. അല്ലട അലക്സേ, നീ എന്തിനായിട്ട് അവൾമാരെ ഇരിപ്പിക്കാൻ പറഞ്ഞത്? അത് പിന്നെ അവർ കാലുവേദന ഒക്കെ എടുക്കുന്നെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞതാടാ. നന്നായി, രണ്ടിനെ സാറിനടുക്കുന്നേ. കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. ബട്ട് അലക്സ് എന്തിനാ അവൾമാരെ സപ്പോർട്ട് ചെയ്യുന്നേ? അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. അവനെന്തിനാ അവൾമാരെ ഇരിപ്പിക്കാനൊക്കെ പറയുന്നേ? അത് ഞാനും ശ്രദ്ധിച്ചു. കൊറേ നേരായി അലക്സ് ആ മറ്റവളെ പുതിയ അവളില്ലേ, അവളെ പേരെന്താ, ഈ അവളെ തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. വാട്ട്? നീ എന്താ പറഞ്ഞത്? അലക്സ് ലീയെ തന്നെ നോക്കിയിരുന്നോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. നീ കണ്ടില്ലെങ്കിലേ ഞാൻ നല്ല വ്യക്തമായിട്ട് കണ്ടതാ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത്. അപ്പൊ ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് തന്ന വർക്ക് എല്ലാവരും നാളെ ചെയ്തു തരണം കേട്ടോ. എടാ അലക്സേ, നീ ഈ ക്ലാസ്സിലെ ന്യൂ സ്റ്റുഡൻസിനോടൊന്നും പോയിട്ട് മിങ്കിളാവുന്നില്ലേ? എടാ അതിനിവിടെ ന്യൂ സ്റ്റുഡൻസ് ആയിട്ട് ആരുമില്ലല്ലോ, ആ ലിയ മാത്രമല്ലേ ഉള്ളൂ. ആ ലിയനെ തന്നെ ഞാൻ പറഞ്ഞത്. അവൾ ക്ലാസ്സിൽ എല്ലാരും ആയിട്ട് കമ്പനിയായി. നീയും പോയിട്ടൊന്ന് കമ്പനി അടിച്ചിട്ട് വാ. എടാ അതിപ്പ വേണോ? ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട, നാളെങ്കിൽ നാളെ എന്തായാലും നീ ഒന്ന് പോയിട്ട് പരിചയപ്പെട്ടിട്ട് വാ. പിന്നെ ഈ സ്കൂളിലെ ഒട്ടുമിക്ക എല്ലാവർക്കും നമ്മളെ അറിയാം. പിന്നെ അവൾക്ക് മാത്രമായിട്ട് ഒന്ന് അറിയാതിരിക്കുന്നത് മോശമല്ലേ? ആടാ, ഞാൻ നാളെ എന്തായാലും പോയിട്ട് പരിചയപ്പെടാം. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവനെന്തിന് പെണ്ണ് ഇങ്ങനെ നോക്കുന്നേ? ഇത് കൊടുക്കാനിട്ടാണോ? വേണോന്ന് ചോദിച്ചാലോ? എന്താ വേണോ? അപ്പൊ അതിനല്ലായിരുന്നല്ലേ? വേണ്ടായിരുന്നു, ചോദിക്കണ്ടായിരുന്നു. നിനക്കൊരു അടിപൊളി സീൻ ആണെങ്കിൽ അങ്ങോട്ട് നോക്കിക്കോ. രണ്ടെണ്ണം മുഖാമുഖം നോക്കിയിരിക്കുന്നത് കണ്ടോ? നോ, ഐ കാന്റ് ബിലീവ്. അലക്സ് അങ്ങനെ ഗേൾസിനെ നോക്കുന്ന ടൈപ്പ് അല്ലല്ലോ. അവനെന്ത് പറ്റി? അതന്നെ എന്റെ ഡൗട്ട്. നാണം കെട്ടി. എനിക്ക് കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് നോക്കണ്ട. എടി ലീയെ, നീ എന്താടി ഒറ്റയ്ക്ക് ആലോചിക്കുന്നേ? അതൊന്നും ഇല്ലടി, അതിനാ വെറുതെ ഇങ്ങനെ ഓരോന്ന്. അയ്യോ അതോ വീണോ?
ആ അതും പോയി. അതും താഴെ നിനക്ക് സമാധാനായി കാണുമല്ലോ. എടി അത് പിന്നെ എന്നോട് അറിയാതെ സോറി. ഓ അവളുടെ ഒരു ചിരിയും കളി കണ്ടില്ലേ ബ്ലഡി. നിന്റെ പ്ലാൻ എന്റെ അലക്സിന് തട്ടിയെടുക്കാനാണെങ്കിൽ മോളെ നിന്റെ മനസ്സിൽ വെച്ചേക്കത്തേ ഉള്ളൂ. അലക്സേ എന്റേത് മാത്രം. എടാ നീ എന്താടാ അങ്ങോട്ടേക്ക് നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നേ? വട്ടായോ നിനക്ക്? അതൊന്നുമില്ലടാ, അതിനാ വെറുതെ അങ്ങോട്ടേക്ക് നോക്കി നിന്നതാ ചുമ്മാ. എന്നാ നീ പുറത്തേക്ക് വാ, നമുക്ക് ഗ്രൗണ്ടിലെല്ലാം പോയിട്ട് ഒന്ന് ചുറ്റിട്ട് വരാം. ആടാ അതാ വരുന്നു. പോയോ? അയ്യോ പോയിട്ടില്ലായിരുന്നോ? പോയി സമാധാനായി. അല്ലെങ്കിൽ എന്നോട് അങ്ങോട്ടേക്ക് തന്നെ നോക്കി പോവായിരുന്നു.